അപ്പൊ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിലും അയാൾ ഒരു കുറ്റകൃത്യം IPC പറഞ്ഞിരിക്കുന്ന ഒരു കുറ്റകൃത്യം അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാം, ശിക്ഷിക്കാം. അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാം, എനി പേഴ്സൺ ഓൺ എനി ഷിപ്പ് ഓർ എയർക്രാഫ്റ്റ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ വേർ എവർ ഇറ്റ് മേ ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ശിക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ ഒരു ശ്രീലങ്കൻ സിറ്റിസനെ അടിക്കുന്നു. എവിടുന്നാണ് അടിക്കുന്നത്? ഒരു പ്ലെയിനിൽ നിന്നാണ് അടിക്കുന്നത്. ഈ പ്ലെയിൻ എവിടെയാണ്? ടോക്കിയോ നഗരത്തിന്റെ മുകളിലൂടെ ഇത് പറന്നുകൊണ്ടിരിക്കുകയാണ്. ടോക്കിയോ നഗരത്തിന്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയിൻ. ഈ പ്ലെയിനിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇത് ഒരു എയർ ഇന്ത്യയുടെ പ്ലെയിൻ ആണ്. എയർ ഇന്ത്യ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്ലെയിൻ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എയർ ഇന്ത്യയുടെ പ്ലെയിൻ ടോക്കിയോ നഗരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു പാസഞ്ചർ ബ്രിട്ടീഷ് പൗരൻ ഒരു ശ്രീലങ്കൻ പൗരനെ തല്ലുകയാണ്. നമ്മളുടെ സെക്ഷൻ 4ന്റെ അകത്ത് പ്രകാരം, ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ പ്രകാരം ഈ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? IPC പ്രകാരം പണിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ കാരണം? കാരണം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു പ്ലെയിനിൽ വെച്ചിട്ടാണ് ഒരു ഒഫൻസ് നടന്നിരിക്കുന്നത്.